ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷാനുഭൂതി തുടർന്നു നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 107ാമത്തെ ശ്ലോകമാണ്. യതോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസാ സഹ യൻ മൗനം നിബിർഗമ്യം തത് ഭജേത് സർവദാ ബുധഃ. ഈ ശ്ലോകമാണ് കുറച്ച് നമ്മൾ നോക്കിയത്. മൗന സാധന അതാണ് ഇവിടെ പറയുന്നത്. 3 ശ്ലോകങ്ങൾ 107, 109 മൗനസാധനയെ കുറിച്ചായിരിക്കും ആചാര്യസ്വാമി നമ്മളോട് പറഞ്ഞു തരുന്നത്. അതിൽ 107ാമത്തെയാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. ഈ മൗന സാധനയുടെ ആദ്യമായിട്ടുള്ള ഫലം അഹിംസയാണ് എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. മൗനം എന്നാൽ ബ്രഹ്മമാണ്. ബ്രഹ്മത്തിന് തന്നെ മൗനം എന്ന പേര്. അതിനൊരു കാര്യം പറഞ്ഞു തന്നത്, ഓംകാരം ജപിക്കുമ്പോൾ വരുന്ന അമാത്ര സ്വരൂപം അതാണ് ബ്രഹ്മം. ഓംകാരം ജപിച്ച് ആ ഓം എന്ന് ജപിക്കുമ്പോൾ ആ ഉ മ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ആ സൈലൻസ് അതാണ് അമാത്ര സ്വരൂപം. ആ അമാത്ര സ്വരൂപം നിർഗുണ ബ്രഹ്മമാണ്. അപ്പോ ആ ഉ മു അതെന്താണ്? ആ ഉമ എന്നുള്ളത് അത് മാത്രാസ്വരൂപം. അതിനെ സഗുണ ബ്രഹ്മം എന്നും പറഞ്ഞു. അപ്പോ മൗന രൂപമായി ബ്രഹ്മം ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെന്താണ് കാരണം? അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത്. മൗനരൂപമായി ബ്രഹ്മം ഇരിക്കുന്നു. പെട്ടെന്ന് മനസ്സിലാവാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താണ് അതിന് കാരണം? അതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ബ്രഹ്മത്തിന് അവയവമില്ല. ബ്രഹ്മത്തിന് അവയവം ഇല്ല. അതിനാൽ ബ്രഹ്മം സംസാരിക്കില്ല. ബ്രഹ്മം സംസാരിക്കില്ല. നമുക്ക് അവയവങ്ങളുണ്ട്. അതിനാൽ നാം സംസാരിക്കുന്നു. ബ്രഹ്മത്തിന് അവയവമില്ല. അതിനാൽ സംസാരിക്കില്ല. നമുക്ക് അവയവമുണ്ട്. അതിനാൽ എല്ലാ ജീവികളും സംസാരിക്കുന്നു, ശബ്ദമുണ്ടാക്കുന്നു. ബ്രഹ്മം നിരവയവത്വാത് ആണ്. സംസാരിക്കില്ല. മാത്രമല്ല ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പോ ആരാരോട് സംസാരിക്കും? ബ്രഹ്മം മാത്രമേ ഉള്ളൂ. രണ്ടുണ്ടെങ്കിലേ സംസാരമുള്ളൂ. കാര്യമായിട്ട് ചിന്തിക്കണം. വളരെ ഗഹനമായ കാര്യമാണ്. 2 ഉണ്ടെങ്കിലേ അവിടെ സംസാരിക്കേണ്ട കാര്യമുള്ളൂ. ഒന്നേ ഉള്ളൂ എന്ന അദ്വൈതത്തില് ആരാരോട് സംസാരിക്കാൻ? മൗനം പാലിക്കുമ്പോൾ മറ്റൊരു ഗുണം കൂടിയുണ്ട്. നാം സംസാരിക്കാത്തതിനാൽ മറ്റുള്ളവര് നമ്മളോട് സംസാരിക്കില്ല. എന്താ ഗുണം? അപ്പോ പല പല ഗുണങ്ങൾ പറയുന്നുണ്ട്. മൗനം, അഹിംസയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഇവിടെ പറയുന്നു, നമ്മൾ സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ, നമ്മൾ മൗനം പാലിക്കുമ്പോൾ നമ്മൾ മൗനവ്രതത്തിലാണ് എന്നറിഞ്ഞാൽ വേറൊരാൾ നമ്മളോട് സംസാരിക്കുമോ? ഇല്ല. അറിയാത്ത ആള് സംസാരിക്കും. പക്ഷെ നമ്മൾ ഉണ്ടായിരിക്കുന്ന കാണുമ്പോൾ മൗനവ്രതമാണെന്ന് അറിയുമ്പോൾ പിന്നെ സംസാരിക്കില്ല. അപ്പൊ എന്തായാലും അതിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. മൗനമായിട്ടിരുന്നാൽ വേറെ ആരും നമ്മളോട് സംസാരിക്കില്ല. ഇത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗുണമാണ്. ഇത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗുണമാണ്. മാക്സിമം മൗനം പാലിക്കുക. അപ്പൊ നമ്മുടെ ആത്മീയ സാധനയ്ക്ക് മാറ്റുകൂട്ടുന്ന മറ്റുള്ളവരിൽ നിന്ന് വരുന്ന അനാവശ്യ സംസാരങ്ങളെല്ലാം ഒഴിവായി നമ്മൾ ശാന്തരാകും. ഉറപ്പാണ്. നമുക്ക് ശാന്തത നഷ്ടപ്പെടുന്നത് പലപ്പോഴും പലതും കേൾക്കുമ്പോഴാണ്. നല്ലോണം ചിന്തിച്ചു നോക്കുക. പലതും കേൾക്കാതിരുന്നാൽ, അറിയാതിരുന്നാൽ ശാന്തതയുണ്ടോ ഇല്ലയോ? ശരിക്കും ശാന്തതയാണ്.
പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല. ചിലർ വയസ്സായി കഴിഞ്ഞപ്പോ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്, എന്നോട് ആരും ഒന്നും പറയുന്നില്ല, ഞാനൊന്നും അറിയുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യമല്ല പറയണേ. നമ്മളെ പോലെ ഇപ്പോ അപരോക്ഷ അനുഭൂതിയൊക്കെ പഠിക്കുന്ന, വേദാന്തം പഠിക്കുന്ന, ബ്രഹ്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയാനില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയണ്ട. അങ്ങനെ അറിയാതിരുന്നാൽ എന്താണ്? ഒരുപാട് മനസ്സിന് ശാന്തത ഉണ്ടാവും, സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ തന്നെ നമുക്ക് ചുമ്മാ ഇപ്പൊ വൈകുന്നേരം നോക്കുക, കുറച്ചു നേരം ഒരു ക്ലാസ് കഴിഞ്ഞു ഒരു 10 മണി വരെ പ്രത്യേകിച്ച് പുതിയ ന്യൂസുകളൊന്നും കേട്ടില്ല എങ്കിൽ ഒരു സമാധാനമാണ്. അപ്പോഴേക്കാണ് ഒരാൾ വിളിക്കുന്നത്, അത് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചൊരു വിളി. ഇത് ഇന്ന ആൾക്ക് ഇന്നൊരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊരു അടിപിടി ഉണ്ടായി, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊരു അഗ്നിബാധ ഉണ്ടായി. ഇങ്ങനെ ഒരു കേൾക്കുമ്പോ നമുക്ക് പ്രശ്നം ഉണ്ടാവും ഇല്ലേ? നമ്മൾക്ക് ആദ്യമായി നമ്മുടെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ അവിടെ, പല പ്രകൃതി ദുരന്തമാണെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഉണ്ടോ, അപ്പൊ പിന്നെ അറ്റാച്ച്മെന്റിലോട്ട് പല അത് ഭയങ്കര കെട്ടുപണഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഒന്നും അറിയാതിരുന്നാൽ ശാന്തത. ഇത് വ്യവഹാരത്തിന്റെ കാര്യമല്ല പറയണേന്ന് പ്രത്യേകം ഓർക്കണം. ഇതെല്ലാം ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്, വ്യവഹാരത്തിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. അപ്പോ മൗനം പാലിക്കുമ്പോൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗുണമുണ്ട്, നമ്മളോട് ആരും വെറുതെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഇനി മൗനത്തെ 2 ആംഗിളിൽ ഇവിടെ ആചാര്യസ്വാമി പറയുന്നു. മൗനത്തെ 2 ആംഗിളിൽ കാണാമെന്ന് ഗുരുനാഥൻ പറയുന്നു. ഒന്ന്, നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്നത്. 2, ശബ്ദം സ്വീകരിക്കുന്നത്. നമ്മൾ ശബ്ദിക്കുന്നത് 1, 2 നമ്മൾ ശബ്ദത്തെ സ്വീകരിക്കുന്നത്. അതായത് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒന്ന് പ്രൊഡ്യൂസ് ചെയ്ത സൗണ്ട് ഹിറ്റാവുന്നു നമ്മളിൽ വന്ന്. അപ്പൊ ബ്രഹ്മത്തിൽ നിന്ന് ശബ്ദം വരില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഒന്നേ ഉള്ളൂ, പിന്നെ അവിടെ ആര് ശബ്ദിക്കില്ല. അപ്പൊ ബ്രഹ്മത്തിൽ നിന്ന് ശബ്ദം വരില്ല, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നന്നായിട്ട് ചിന്തിക്കണമേ, നന്നായിട്ട് അകത്തേക്ക് ചിന്തിച്ചു നോക്കണം. ബ്രഹ്മമേകമാണ്, സർവസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്, ഒന്നിനോടൊന്നും പറയേണ്ട കാര്യമില്ല, ഒന്നുമില്ല, എല്ലാം അത് തന്നെയാണ്, ആരോടൊന്നും പറയണ്ട. അപ്പൊ അവിടെ ശബ്ദിക്കേണ്ട കാര്യമില്ല. പിന്നെയോ, ശബ്ദം ബ്രഹ്മത്തെ സ്പർശിക്കൂ? ഇല്ല, ശബ്ദം ബ്രഹ്മത്തെ സ്പർശിക്കുകയുമില്ല. ഇതാണ് ആബ്സല്യൂട്ട് സൈലൻസ്. ബ്രഹ്മത്തിൽ നിന്ന് ശബ്ദം വരില്ല, ശബ്ദവും ബ്രഹ്മത്തെ സ്പർശിക്കില്ല. കാരണം അവിടെ അവയവങ്ങളില്ലല്ലോ സ്പർശിക്കാൻ. ചെവി ഉണ്ടെങ്കിലല്ലേ കേൾക്കേണ്ട പ്രശ്നം വരുന്നു. അപ്പൊ അവയവമില്ല, ഇന്ദ്രിയങ്ങളില്ല. അതുകൊണ്ട് അതാണ് ആബ്സല്യൂട്ട് സൈലൻസ്. ബ്രഹ്മത്തിൽ നിന്ന് ശബ്ദം വരില്ല, ബ്രഹ്മത്തെ ശബ്ദം സ്പർശിക്കുകയും ഇല്ല. നമ്മൾ മൗനവ്രതം ഇരിക്കുമ്പോ നമുക്ക് ശബ്ദം ഉണ്ടാക്കാതിരിക്കാം, അല്ലേ? അതാണല്ലോ മൗനവ്രതം. നമുക്ക് ശബ്ദം ഉണ്ടാകാതിരിക്കാം, പക്ഷേ ലോകത്തിൽ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. ലോകത്തിൽ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും, അല്ലേ? നമ്മളോട് തന്നെ വന്ന് പറയണമെന്നില്ല, പക്ഷെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് ഒരു ശബ്ദം ഉണ്ടാക്കാതിരിക്കാം, പക്ഷെ ലോകത്തിൽ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഫേസ് ചെയ്യണ്ടേ? ഫേസ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യും? ലോകം ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, നമ്മൾ ശബ്ദം ഉണ്ടാക്കാതെ മൗനമായിട്ടിരിക്കും. പക്ഷെ ആബ്സല്യൂട്ട് സൈലൻസ് അല്ല ഈ പറഞ്ഞത്. അപ്പൊ ആബ്സല്യൂട്ട് സൈലൻസ് വേണമെങ്കിൽ ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യും? അപ്പോ ശരിയായിട്ടുള്ള മൗനവ്രതം ഇരിക്കണമെങ്കിൽ സ്വന്തം ശബ്ദവും പാടില്ല, മറ്റുള്ള ശബ്ദവും പാടില്ല. അപ്പോഴേ ടോട്ടൽ സൈലൻസ് വരുള്ളൂ, ശരിയായിട്ടുള്ള അബ്സല്യൂട്ട് സൈലൻസ് വരുള്ളൂ. അപ്പോ എങ്ങനെയത് കിട്ടുക? പ്രപഞ്ചത്തിൽ ഇരിക്കുമ്പോൾ അത് ഇമ്പോസിബിൾ ആണ്. പ്രപഞ്ചത്തിൽ നമ്മൾ ഇരിക്കുന്ന എവിടെയാണ്? ഇപ്പൊ പ്രപഞ്ചത്തിലാണ്. പ്രപഞ്ചത്തിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് മിണ്ടാതിരിക്കാൻ എന്നല്ലാതെ ലോകം മുഴുവൻ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ലോകത്തിലെ ശബ്ദത്തെ നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അതിനെ നമുക്ക് തടയാൻ പറ്റുമോ? പറ്റില്ല. കാറ്റടിക്കും, ഇലകൾ അനങ്ങും, പക്ഷികൾ ചിലയ്ക്കും, പല രീതിയിൽ. എങ്ങനെയാണെന്നില്ല, ശബ്ദം എങ്ങനെ വേണമെങ്കിൽ ശബ്ദം ഉണ്ടാകാം. അതിനൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോ
എങ്ങനെയാണ് പിന്നെ സാധിക്കുക എന്നൊരു വലിയ ചോദ്യമാണ്. ആബ്സലൂട്ട് സൈലൻസ് വേണം, അതാണ് മൗനം. അതെങ്ങനെ സാധിക്കും? കാരണം ബ്രഹ്മത്തെയാണ് പറയുന്നത് ഇവിടെ. ബ്രഹ്മം സംസാരിക്കുന്നുമില്ല, ബ്രഹ്മത്തെ ശബ്ദം സ്പർശിക്കുന്നുമില്ല. അപ്പൊ ഒരു നിധ്യാസകൻ എന്ത് ചെയ്യണം? ടോട്ടൽ സൈലൻസ് വേണം. അത് കിട്ടാൻ എന്ത് ചെയ്യണം? അതിന് ആചാര്യസ്വാമി പറഞ്ഞു തരുന്നു. ഏറ്റവും വലിയൊരു ഉപദേശം ആചാര്യസ്വാമി പറയുന്നു, നീ ബ്രഹ്മമായി സ്വയം അറിഞ്ഞ് ഇരുന്നാൽ നിനക്ക് ആ ആബ്സലൂട്ട് സൈലൻസ് കിട്ടും. കാരണം ബ്രഹ്മം ശബ്ദിക്കുന്നില്ല, ബ്രഹ്മം ശബ്ദത്തെ സ്വീകരിക്കുന്നുമില്ല. അപ്പൊ നിനക്ക് എങ്ങനെ അത് സാധിക്കും? നീ ആത്മസ്വരൂപമായി ഇരിക്കണം, നീ ബ്രഹ്മമായി ഇരിക്കണം, അഹം ബ്രഹ്മാസ്മി എന്ന് അറിയണം, ആ അറിവില് ഇരിക്കണം. അതാണല്ലോ നിധിധ്യാസകന്റെ ചുമതല. അതാണല്ലോ നിധിധ്യാസകൻ. ആത്മനിഷ്ഠനാകാൻ പഠിക്കുന്നവനാണ്, ജ്ഞാനിയാണ്, ജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ സദാ ബ്രഹ്മത്തിലായിരിക്കണം. അപ്പോ അവിടുത്തെ മൗനം എന്താണ്? നിധിധ്യാസകനെ സംബന്ധിച്ചിടത്തോളം മൗനം അബ്സല്യൂട്ട് സൈലൻസിലേക്കുള്ള മൗനം, അഹം ബ്രഹ്മാസ്മി എന്നറിഞ്ഞിരിക്കല്, അതിൽ തന്നെ ഇരിക്കണം. അതിൽ നിന്ന് നമ്മൾ ഉണരുമ്പോൾ എപ്പോഴും, അല്ലേ, എപ്പോഴും അങ്ങനെ ഇരിക്കാൻ നമുക്ക് അങ്ങനെ ഇപ്പോ അതിലേന്നല്ല, ധ്യാന സമയത്ത് പോലും സാധിക്കാറില്ല, അത് വേറെ കാര്യം. പക്ഷേ ആ ഒരു അവസ്ഥയിൽ വരും എന്നാണ് ആചാര്യസ്വാമി പറയുന്നത്. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, നമുക്കും ആ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കട്ടെ. അപ്പോ അങ്ങനെ സ്വയം ആത്മസ്വരൂപമായി ഇരിക്കുമ്പോൾ ഈ പൂർണ്ണമായ സൈലൻസ് കിട്ടും. അതാണ് യഥാർത്ഥ മൗനം എന്ന സാധനം. ഇനി ജീവൻ എന്ന സ്റ്റാറ്റസിലേക്ക് നമ്മൾ വരും, ഇല്ലേ? നമ്മള് സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് ജാഗ്രതയിലേക്ക് വരുന്ന പോലെ ജീവൻ എന്ന അവസ്ഥയിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്, അല്ലെ? നമ്മളെല്ലാം ജീവൻ 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 എന്നുള്ള അവസ്ഥയിലായിരിക്കും. ആ ജീവൻ എന്ന സ്റ്റാറ്റസിലേക്ക് വന്ന ഉടനെ സൈലൻസ് പോവും അവിടെ. കാരണം നമ്മൾ മൗനം ആചരിച്ചാലും ലോകത്തിന്റെ മൗനത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജീവനാണ്. ജീവനാവുമ്പോൾ നമ്മൾ ലോകത്തെ കാണുന്നു. ജഗത് മിഥ്യ എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലല്ലോ ജീവൻ സാധാരണ നിലയ്ക്കിരിക്കുന്നു. അപ്പൊ ജീവൻ എന്ന അവസ്ഥ മാറി ആത്മാ എന്ന അവസ്ഥയിലേക്ക് വന്ന് ആത്മസ്വരൂപമായി ഇരുന്ന് ആത്മനിഷ്ഠനായിരുന്ന് ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്ന് പൂർണ്ണമായിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ ആ മൗനം കിട്ടുകയുള്ളൂ. ആ മൗനമാണ് ഇവിടെ പറയുന്ന മൗനം. നിധിധ്യാസനം ചെയ്യുന്ന ആൾ സ്വയം ബ്രഹ്മമായി അറിഞ്ഞിരിക്കണം, അഹം ബ്രഹ്മാസ്മി എന്ന് അറിഞ്ഞിരിക്കണം. ജ്ഞാനി അനുഷ്ഠിക്കേണ്ടത് ഞാൻ മൗനസ്വരൂപമായ ബ്രഹ്മം എന്നതാണ്. ഞാൻ മൗനസ്വരൂപമായ ബ്രഹ്മം എന്ന് ഈ സാധനയുടെ സ്ഥലത്ത് വരുമ്പോൾ ജ്ഞാനി അനുഷ്ഠിക്കേണ്ടത് ഞാൻ മൗനസ്വരൂപമായ ബ്രഹ്മം എന്നതാണ്. അതിനാണ് ആചാര്യസ്വാമി പറഞ്ഞു തന്നെ, ബ്രഹ്മം ശബ്ദിക്കുന്നില്ല, ബ്രഹ്മം ശബ്ദം സ്വീകരിക്കുന്നുമില്ല. പിന്നെന്താ പറഞ്ഞു? നേരത്തെ പറഞ്ഞേ അമാത്ര ബ്രഹ്മം, അതാണ് നിർഗുണ ബ്രഹ്മം. ആ ഊമ് എന്നുള്ള 3 ഭാവങ്ങളെയും 3 അക്ഷരങ്ങളെയും വെച്ചുകൊണ്ടുള്ള ഓങ്കാര ഉച്ചാരണം സഗുണ ബ്രഹ്മമാണ്. വ്യത്യാസത്തെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പൊ എങ്ങനെയാണ് മൗനം ശീലിക്കേണ്ടതെന്ന്, ഒരു നിധിധ്യാസകൻ ശീലിക്കേണ്ടത്, അതിനുള്ള കാര്യങ്ങളും പറഞ്ഞു തന്നു, മനസ്സിലാക്കാനുള്ള വഴിയും പറഞ്ഞു തന്നു. അപ്പൊ സ്വയം ബ്രഹ്മമായി അറിഞ്ഞിരിക്കണം. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയില് അയാളുടെ വായിൽ നിന്ന് ശബ്ദം വന്നാലും മറ്റുള്ളവരുടെ വായിൽ നിന്ന് ശബ്ദം വന്നാലും അയാളുടെ ഉള്ളിൽ ഒരു ഉണർവ്, നാം ശബ്ദം പുറപ്പെടുവിക്കുന്നവനും അല്ല, ശബ്ദം കേൾക്കുന്നവനുമല്ല, സാക്ഷി മാത്രം എന്ന ഒരു ഉണർവ് ഉണ്ടാകും എന്ന് ആചാര്യസ്വാമി പറയും. ഞാൻ ബ്രഹ്മം എന്നറിഞ്ഞ് ആ പരിപൂർണ ബ്രഹ്മ അവസ്ഥയില്, അഹം ബ്രഹ്മാസ്മി എന്ന അവസ്ഥയില് മൗനസ്വരൂപമായ ബ്രഹ്മമായി ഒരു നിധിധ്യാസകൻ ഇരിക്കുമ്പോൾ അയാളിൽ നിന്ന്, അയാളുടെ വായിൽ നിന്ന് അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുകയാണ്. ആ അവസ്ഥയിൽ അയാളുടെ വായിൽ നിന്ന് ഒരു ശബ്ദം വന്നാലും മറ്റുള്ളവരിൽ നിന്ന് ശബ്ദം വന്നാലും
അതായത് അയാളുടെ ചെവിയിലേക്ക് ശബ്ദം വന്നാലും അയാളുടെ ഉള്ളിൽ ഒരു ഉണർവ് എപ്പോഴും ഉണ്ടാകും. എന്താണ്? ഞാൻ ശബ്ദം പുറപ്പെടുവിക്കുന്നവനും അല്ല, ശബ്ദം കേൾക്കുന്നവനുമല്ല, പിന്നെ ഞാൻ ആര്? ഞാൻ സാക്ഷി മാത്രം. അല്ലേ? അങ്ങനെയല്ലേ നേരത്തെ പറഞ്ഞിരുന്നേ? രണ്ട് പക്ഷികളുടെ കാര്യം പറഞ്ഞപ്പോ ഒരാള് സാക്ഷിയായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഉപനിഷത്തില്. വളരെ പ്രശസ്തമായ ഉദാഹരണമാണല്ലോ അവിടെ പറഞ്ഞത്. എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ആത്മാ സാക്ഷി മാത്രമായി ഇരിക്കുന്നു. ആ സാക്ഷിയാണ് ഞാൻ എന്ന് തിരിച്ചറിയലാണ് നമ്മള് ആത്മതത്വത്തിലേക്ക് ചെല്ലുന്നത്. നമ്മൾ ജീവനാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദ്വൈതഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. എപ്പോൾ ഒരിക്കൽ ഞാൻ ജീവനല്ല, ഈ ശരീരമല്ല, ഞാൻ സാക്ഷി മാത്രമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മതത്വത്തിലേക്ക് പ്രവേശിച്ചു എന്നർത്ഥം. മനസ്സ് ഞാൻ ആത്മാ എന്നുള്ള ലെവലിലേക്ക് ഉയർന്നു എന്നർത്ഥം. അങ്ങനെ ഒരു ഉണർവിലിരിക്കുന്ന സമയം അയാൾ സംസാരിക്കും, അയാൾ ശബ്ദം കേൾക്കുകയും ചെയ്യും. നമ്മൾ കണ്ടിട്ടുള്ള ജ്ഞാനികളെ നമ്മൾ നോക്കുമ്പോൾ പറഞ്ഞേ, ഏയോ സാറേ ഈ ജ്ഞാനി എന്ന് പറയുന്ന ആളിപ്പോ രമണ മഹർഷി, അങ്ങനെ ഒത്തിരി പേരുണ്ട് ജ്ഞാനികൾ, എത്ര പേരുണ്ട്. അവര് സംസാരിക്കുന്നുണ്ടല്ലോ, അവര് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, നമ്മൾ പറയുമ്പോൾ കേൾക്കുന്നുണ്ടല്ലോ. പക്ഷേ അവർ സദാ മൗനത്തിലാണ്. അത് നമുക്കറിയില്ല. നമ്മൾ അവരെ പുറമേയുള്ള ചേഷ്ടയിലേ അറിയുന്നുള്ളൂ. അവരുടെ ഉള്ളിലുള്ള ആ ഉണർവിനെ നമ്മൾ അറിയുന്നുണ്ടോ? അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിരിക്കുന്ന അവരുടെ, നമ്മൾ അറിയുന്നത് എങ്ങനെയാ? അവരുടെ മഹത്വം, അവരുടെ അടുത്ത് ചെല്ലുന്ന സാമീപ്യത്തിൽ ഉണ്ടാകുന്ന ആ വൈബ്രേഷൻ ഇല്ലേ? എത്രയോ സമയം അങ്ങനെ ഉണ്ടല്ലോ, മൗനമായിട്ടിരിക്കുന്ന സമയത്ത് രമണമഹർഷി മുമ്പിൽ ചെന്നിരുന്നിട്ട് മൗനം കൊണ്ട് സംസാരിച്ചു പോരുന്നവരുണ്ട്. എത്രയോ അങ്ങനെ ഒരുപാട്. രമണമഹർഷിയുടെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇത് മനസ്സിലാവും. ഈ സമയത്ത് അതൊക്കെ വായിക്കും കൂടെ വേണം. വലിയ വലിയ ആൾക്കാരുടെ അത് വായിക്കണം. വായിക്കുമ്പോൾ നമ്മൾ ഇപ്പൊ പറയുന്ന അയ്യോ അവരെല്ലാം മിണ്ടുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. സാറ് പറയുന്നത് തന്നെ ഇവരങ്ങനെ അല്ലല്ലോ, മിണ്ടും, അവർ സംസാരിക്കും, അവർ കേൾക്കും, എല്ലാം ചെയ്യും. പക്ഷേ അവർ മൗനത്തിലാണ്. അവര് സാക്ഷിയായിട്ടിരിക്കുന്നവരാണ്, അവർ മൗനത്തിലാണ്. അതാണ് ഗുരു. അവിടെയാണ് ഗുരുമഹിമ. നമ്മൾ കാണുന്ന മഹിമയല്ലത്, അത് എൻ്റെ ഉള്ളിലുള്ളൊരു മഹിമയാണ്. ആ മഹിമയാണ് നമ്മളെ എങ്ങനെയാണോ പൂവില് തേനുള്ളപ്പോ വണ്ടുകളും തേനീച്ചകളൊക്കെ ആകർഷിച്ചങ്ങ് ചെല്ലുന്നേ, അതേപോലെ ഈ ഗുരുവിന്റെ അടുത്തേക്ക് എല്ലാവരും ചെല്ലുന്നത് ഇതാണ്. അകത്തിരിക്കുന്ന സാക്ഷിയാണ്. അവിടെ സാക്ഷിയായിട്ടാണ് ഇരിക്കുന്നത് ഗുരു. നമുക്ക് തോന്നും ജീവനായിട്ട്. അപ്പൊ അവിടെ സംസാരിക്കുന്നതും നമ്മൾ വർത്തമാനം പറയും, അവരിങ്ങോട്ട് പറയും, ഇതൊക്കെ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ അവര് ഈ സാധനയിൽ, ഈ മൗനത്തിൽ ഇരിക്കുന്നവരാണ്. കാരണം അവർ ബ്രഹ്മനിഷ്ഠരാണ്. ബ്രഹ്മനിഷ്ഠൻ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോ ജ്ഞാനി എപ്പോഴും മൗനമാണ്. എപ്പോഴൊരിക്കൽ ജ്ഞാനം ലഭിച്ചോ അന്നും ആ സമയം മുതൽ മൗനത്തിലാണ്. എത്ര നാൾ അങ്ങനെ ഇരിക്കണം? അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ജ്ഞാനിയായാൽ പിന്നെ അങ്ങനെ ഇരിക്കുള്ളൂ. എത്ര നാളില്ല, എപ്പോഴും അങ്ങനെ ഇരിക്കണം. നിർബന്ധമായിട്ടും അങ്ങനെ തന്നെ ഇരിക്കണം. അപ്പൊ നമ്മളൊക്കെ പ്രാക്ടീസ് ഭാഗത്താണ്, ഫൈനൽ സ്റ്റേജിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നാവുന്ന സ്റ്റേജിലാണ്. അപ്പോ ജ്ഞാനം പൂർണ്ണമായിട്ടില്ല. പൂർണ്ണജ്ഞാനിയായി കഴിഞ്ഞാൽ പിന്നെയും വ്യതിചലിക്കേണ്ട പ്രശ്നം ഉണ്ടാവില്ല, ഒന്നും സംഭവിക്കില്ല. നമ്മളവിടെ തന്നെ ആ പൂർണ്ണജ്ഞാനത്തിൽ തന്നെ ഇരിക്കും. ഇപ്പൊ പൂർണ്ണജ്ഞാനമായിട്ടില്ല. അത് ജ്ഞാനം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ പ്രാവർത്തികമായി ജ്ഞാനിയിലേക്ക് ആ ജ്ഞാനം ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അറിവ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതേ ഉള്ളൂ, ജ്ഞാനി ആയിട്ടില്ല. അപ്പൊ ജ്ഞാനി ആയാൽ ജ്ഞാനി എപ്പോഴും സാക്ഷിയായിട്ടിരിക്കും, എപ്പോഴും മൗനി തന്നെയാണ്. ഇത്ര സമയം എന്നൊന്നും ഇല്ല അവിടെ. അതാണ് ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞ അവിടെ മൗനസ്വരൂപം എന്ന ദക്ഷിണാമൂർത്തിയെ മൗനസ്വരൂപം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ജ്ഞാനിയാണ്. അതാണ് ശരിക്കും പറഞ്ഞ ദക്ഷിണാമൂർത്തിയുടെ അതാണ് മൗനത്തിനുള്ള ഏറ്റവും വലിയ, നമുക്ക് കാണാവുന്ന വേദങ്ങളിലൊക്കെ കാണാവുന്ന ഒരു ഈശ്വരന്റെ രൂപം നമുക്ക് കാണാവുന്ന മൗനമുള്ള ദക്ഷിണാമൂർത്തി. എപ്പോഴും മൗനം. ബ്രഹ്മം അമാത്രാസ്വരൂപം, നിധിധ്യാസകന മൗനവ്രതം, ബ്രഹ്മഭാവത്തെയുള്ള ഇരിപ്പ്. സംസാരിക്കാതിരിക്കലോ സംസാരം കേൾക്കാതിരിക്കലോ അല്ല. എന്താണ് ഇവിടത്തെ മൗനം?
നിധിധ്യാസകന്റെ മൗനം ബ്രഹ്മഭാവത്തോടെ ഇരിക്കൽ. എന്ത് വ്യത്യാസമായി അല്ലേ? വെറുതെ ഒരു മൗനവ്രതം എടുക്കുന്നതും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? മൗനവ്രതം ഇരിക്കുന്ന ഒരാൾ ബ്രഹ്മത്തിലാണോ? നമ്മളിപ്പോ നോക്കുമ്പോ ഒരാൾ വ്യാഴാഴ്ച, ഞാൻ എല്ലാ വ്യാഴാഴ്ചയും മൗനവ്രതമാണ്, ശരിയോ? അപ്പൊ നമ്മൾ ആയാലും ശരിക്കും ബ്രഹ്മമായിട്ടിരിക്കുകയാണോ മൗനവ്രതത്തില്? അല്ല, അതൊന്നുമല്ല, അവിടെ ഒന്നും അല്ല കാര്യം. അതൊക്കെ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് നമ്മുടെ മനസ്സിനെ ഒതുക്കാൻ, പുറത്തുള്ള ചിന്തകൾ നമ്മളെ അലട്ടാതിരിക്കാൻ, മനസ്സിനെ ശാന്തമാക്കി നിർത്താൻ പഠിക്കാൻ, ഇതൊക്കെ ആദ്യത്തെ സ്റ്റേജിലുള്ള സാധനയാണ്. വർത്തമാനം പറയാതിരിക്കല്, ഏതെങ്കിലും പ്രത്യേക ദിവസം മൗനമായിരിക്കല്, പ്രത്യേക മണിക്കൂറുകളിൽ മൗനമായിരിക്കല്, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കല്, ഇതൊക്കെ ഈ ഒരു സ്റ്റേജ് അതൊന്നുമല്ല. ഇത് എല്ലാം അറിഞ്ഞു കഴിഞ്ഞു, അത് സാധന ചെയ്ത് നിഷ്ഠനാകാൻ പഠിക്കും. ജ്ഞാനി നിഷ്ഠനാകാൻ പഠിക്കുന്ന സമയമാണ്. നിഷ്ഠയിലിരിക്കാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പൊ ജ്ഞാനിക്ക് എന്താണ്? ഞാൻ ബ്രഹ്മമാണ്. അപ്പൊ എന്താണ്? അതാണ് മൗനം. ആൻ ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി എന്നറിഞ്ഞിങ്ങനെ ഇരിക്കലാണ് അവിടെ മൗനം. അവിടെ ആ വർത്തമാനം പറയുന്നതോ ശബ്ദം കേൾക്കുന്നതോ ഒന്നും അതിന് വിഘാതമല്ല. കാരണം ഞാൻ സാക്ഷിയാണ് എന്ന് സ്വയം തിരിച്ചറിയ. എപ്പോഴും ഞാൻ സാക്ഷിയാണ്, സാക്ഷിയാണ്, സാക്ഷിയാണെന്ന് ബോധം ഉണ്ടായാൽ ഞാൻ ജീവനാണ്, ജീവനാണ്, ജീവനാണെന്ന് ബോധം ഉണ്ടാകില്ല. അതതിന്റെ പഠനം നടന്നുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് ബോധറിയില്ല, അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല, അതിനെക്കുറിച്ച് ഖേദം ഉണ്ടാവില്ല, വിഷമം ഉണ്ടാവില്ല, സങ്കടം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് സന്തോഷം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എല്ലാം അങ്ങനെ അതിന്റെ പഠനം നടന്നുകൊണ്ടിരിക്കും. ഞാൻ സാക്ഷി മാത്രമായിട്ട് എപ്പോഴും ഇരിക്കും. അതാണ് യഥാർത്ഥ മൗന സാധന. ആരെ സംബന്ധിച്ചിടത്തോളം? ഒരു നിധിധ്യാസകനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? യതോ യസ്മാത് വാചോ നിവർത്തന്തേ, യസ്മാത് വാചോ, യതോ വാചോ നിവർത്തന്തേ എന്നല്ലേ? അപ്പോ യസ്മാത് ഏതൊന്നിൽ നിന്ന്, വാചഹ നിവർത്തന്തേ നമ്മുടെ വാക്ക് തിരിച്ചു വന്നുവോ? ഏതൊന്നിൽ നിന്ന് നമ്മുടെ വാക്ക് തിരിച്ചു വന്നുവോ? ഇവിടെ യസ്മാത് എന്ന് പറഞ്ഞാൽ ഏത് ബ്രഹ്മത്തിൽ നിന്ന് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏത് ബ്രഹ്മത്തിൽ നിന്ന് വാചഹ നിവർത്തന്തേ വാക്ക് തിരിച്ചു വന്നുവോ? നമ്മുടെ വാക്ക് തിരിച്ചു വന്നുവോ? നാം ബ്രഹ്മത്തെ വർണ്ണിക്കാൻ തുടങ്ങുന്നു. ബ്രഹ്മം എന്താണെന്നൊക്കെ നമ്മൾ ഇങ്ങനെ കാര്യമായിട്ട് പറയുകയാണ്. ആ ശബ്ദം ബ്രഹ്മത്തിൽ സ്പർശിക്കാതെ തിരിച്ചു വരുന്നു. കാരണം അവിടെ അവയവമില്ലെന്ന് പറഞ്ഞു. അവിടെ സ്പർശിക്കാതെ തിരിച്ചു വരുന്നു. കാരണം ഒരു ശബ്ദവും ബ്രഹ്മത്തെ സ്പർശിക്കില്ല. നമ്മൾ ബ്രഹ്മത്തെ വർണ്ണിക്കുകയാണ്. അതാ ആ ഉപനിഷത്തിൽ പറഞ്ഞത്. യഥാ വാചോ നിവർത്തന്തേ എന്ന് പറഞ്ഞത് അവിടെ അതുകൊണ്ടാ പറഞ്ഞു. അപ്പൊ അപ്രാപ്യ മനസാസഹ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ശബ്ദവും ബ്രഹ്മത്തെ സ്പർശിക്കില്ല. അപ്പൊ അത് തിരിച്ചു വരും. ഇനി അപ്രാപ്യ മനസാസഹ, മനസ്സോട് ചേർന്ന് ബ്രഹ്മത്തെ വർണ്ണിക്കാൻ പറ്റാതെ തിരിച്ച് വന്നു, തിരിച്ചു വരുന്നു. അപ്രാപ്യ മനസാസഹ, മനസ്സോട് ചേർന്ന്, മനസാസഹ മനസ്സോട് ചേർന്ന് ബ്രഹ്മത്തെ വർണ്ണിക്കാൻ പറ്റാതെ തിരിച്ചു വരും. ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സുകൊണ്ട് ബ്രഹ്മത്തെ വർണ്ണിക്കാൻ പറ്റില്ല, വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല, വാക്ക് തിരിച്ചു വരും. യൻ മൗനം യോഗിർഗമ്യം തത് ഭജേത് സർവദാ ബുധഃ. യത് മൗനം. അപ്പൊ അങ്ങനെ തിരിച്ചു വന്നു. ഏതൊരു ബ്രഹ്മം, എവിടെ നിന്ന് തിരിച്ചു വന്നേ? ബ്രഹ്മത്തിൽ നിന്ന്. ഏതൊരു ബ്രഹ്മം, അതായത് മൗനം, ആ ബ്രഹ്മത്തെ തന്നെ ബ്രഹ്മം എന്ന് മൗനം എന്ന് പറയുന്നു. ഏതൊരു ബ്രഹ്മത്തിൽ നമ്മുടെ വാക്ക്, നമ്മൾ വർണ്ണിച്ച വാക്കുകൾ പോയി സ്പർശിക്കാതെ തിരിച്ചു വന്നുവോ ആ ബ്രഹ്മത്തെ മൗനം, യത് മൗനം എന്ന് പറയുന്നു. യത് മൗനം എന്ന് ആര് പറയുന്നു? യോഗിഭിഹി ഗമ്യം. യത് മൗനം, ആ മൗനത്തെ, ആ മൗനസ്വരൂപമായ ബ്രഹ്മം, ആ ബ്രഹ്മം ആർക്ക് പ്രാപിക്കാൻ പറ്റും? ആ ബ്രഹ്മത്തെ യോഗിഭിഹി ഗമ്യം. ആ ബ്രഹ്മത്തെ ആർക്ക് പ്രാപിക്കാൻ സാധിക്കും? യോഗിഭിഹി ഗമ്യം, ജ്ഞാനികളാൽ പ്രാപിക്കാവുന്നതാണ് ആ ബ്രഹ്മം. ഏത് ബ്രഹ്മം? മൗനം. എപ്പോ മൗനമായി? എപ്പോഴാണ് അത് പറയാൻ കാരണം? എങ്ങനെയാ പറഞ്ഞേ? യഥോ വാചാ നിവർത്തന്തേ. ബ്രഹ്മത്തെ വർണ്ണിച്ചപ്പോ ആ വാക്കുകൾ ബ്രഹ്മത്തെ സ്പർശിക്കാതെ മനസ്സോടുകൂടി തിരിച്ചു വന്നു.
അപ്പൊ അങ്ങനെ ആ മൗനമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ ആർക്ക് പ്രാപിക്കാൻ സാധിക്കും? യോഗിഭിഹി ഗമ്യം, ജ്ഞാനികളാൽ ആ ബ്രഹ്മത്തെ പ്രാപിക്കാവുന്നതാണ്. തദ്ഭവേത് സർവദാ ബുധഃ. ഇവിടെ ബുധഃ എന്ന് പറഞ്ഞാൽ നമ്മളെ നിധിധ്യാസകനെയാണ് പറയുന്നത്. തദ്ഭവേത് സർവദാ ബുധഃ, നിധിധ്യാസകൻ, ജ്ഞാനി, ജ്ഞാനനിഷ്ഠയ്ക്കായി സാധന ചെയ്യുന്നവൻ, നിധിധ്യാസകൻ. തത് സർവദാ ഭവേത്, എന്നും ബ്രഹ്മനായി ഇരിക്കും, എപ്പോഴും മൗനിയായിരിക്കും. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ പെട്ടെന്ന് ഓർക്കണം, മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല, ബ്രഹ്മത്തിലിരിക്കുക, ബ്രഹ്മചിന്ത മാത്രം, സർവവും ബ്രഹ്മം എന്ന ചിന്തയിൽ. ഞാനും ബ്രഹ്മം തന്നെയാണ്, ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി, ശരീരമല്ല, നശിക്കുന്നതല്ല, മരണമില്ല. തിരിച്ച് തിരിച്ച് പറയണം, ഉടനെ ശരീരത്തിലേക്ക് നോക്കണം. ഈ ശരീരം നശിക്കുന്നതാണ്, ഇതിന് ജന്മങ്ങൾ ഉള്ളതാണ്, പക്ഷെ എനിക്ക് ജന്മമില്ല. അപ്പൊ ജന്മമില്ലാതാകാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ ശരീരത്തോടുള്ള അറ്റാച്ച്മെന്റ് വിടണം. ശരീരം കൊണ്ടാണ് ബാക്കി സകല അറ്റാച്ച്മെന്റും ഉണ്ടാകുന്നത്. ശരീരമില്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റും വേറെ ഉണ്ടാകില്ല. പിന്നെ എവിടെയാ? ഏത് ശരീരമാണപ്പോ? ഈ സ്ഥൂല ശരീരം മാത്രം പോയാൽ മതിയോ? പോരാ. അപ്പൊ പിന്നെ എന്ത് പോകണം? സൂക്ഷ്മ ശരീരം പോകണം. എന്നാൽ മതിയോ? പോരാ. എന്താണ്? വാസനകൾ, സംസ്കാരപരമായിട്ടുള്ള വാസനകൾ, പൂർവജന്മ വാസനകൾ നിലനിൽക്കും. അതിനെന്തും കൂടി ഇല്ലാണ്ടാവണം, കാരണ ശരീരവും ഇല്ലാണ്ടാകണം. അപ്പൊ 3 ശരീരങ്ങളും ഇല്ലാതെ ഉണ്ടാകണം. 3 ശരീരവും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തായിട്ടിരിക്കാം? അതിനെ 3നെയും മറികടന്ന് അതിനെ 3നെയും ഇല്ലാതാക്കിയാൽ ഞാൻ ആരായിരിക്കാൻ പറ്റും? ഞാൻ ബ്രഹ്മമായിട്ടിരിക്കും. അതെപ്പോഴാണ് ഇല്ലാതാക്കാൻ പറ്റുക? എങ്ങനെയും 3 ശരീരത്തെ ഇല്ലാതാക്കാൻ പറ്റുക? അങ്ങനെ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? മരിച്ച നമുക്ക് സ്വയം ആത്മഹത്യ ചെയ്താൽ മതിയോ? അങ്ങനെയല്ലല്ലോ. പിന്നെന്താണ്? ഞാൻ ബ്രഹ്മമാണെന്ന് തിരിച്ചറിയാൻ. ഞാൻ ബ്രഹ്മമെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ 3 ശരീരവും ഇല്ല അവിടെ. പിന്നെ ദിവസവും നീ അനുഭവിക്കുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും സുഷുപ്തി ചെന്നിട്ട് ഒരു ശകലമെങ്കിലും അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു ശരീരവും ഇല്ലാതെ ഒന്നും അറിയാതെ കുറച്ച് സമയമുണ്ട്. തുരീയ അവസ്ഥ എന്ന് പറഞ്ഞൊരവസ്ഥയായിട്ട്, 4ാമത്തെ അവസ്ഥയായിട്ട് പറയപ്പെടും. അത് തുരീയം എന്നുള്ള അവസ്ഥയിൽ. അപ്പോ അങ്ങനെ പറ്റുമോ ചോദിച്ചാൽ പറ്റും എന്നുള്ള ഉറപ്പാണ്. ദിവസവും ഭഗവാൻ കാണിച്ചിരുന്നുണ്ട് പറ്റും. അപ്പൊ അങ്ങനെ ജ്ഞാനനിഷ്ഠനായി ഇരിക്കണം. അങ്ങനെ ഈ മൗനത്തെ ഈ രീതിയിൽ കണ്ടുകൊണ്ട് സാധന ചെയ്യുന്ന നിധിധ്യാസകൻ അങ്ങനെ ആയിരിക്കണം. എങ്ങനെ? എപ്പോൾ വേണം? എന്നും ബ്രഹ്മമായിരിക്കും. സർവദാ ഭവേത് ബുധഃ, എന്നും മൗനി തന്നെ. നിധിധ്യാസകന് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഭാഗം വരുന്നു. നിധിധ്യാസകന് ഒരു പ്രത്യേക ദിവസം മൗനവ്രതം എന്ന് ഇരിക്കാൻ പാടില്ല. നിധിധ്യാസകൻ ഞാൻ ചൊവ്വാഴ്ച വ്രതം, അല്ലെങ്കിൽ ഞാൻ ബുധനാഴ്ച മൗനവ്രതം, വ്യാഴാഴ്ച മൗനവ്രതം, ആഴ്ചയിൽ 10 ദിവസം മൗനവ്രതം, ആഴ്ചയിൽ 1 ദിവസം മൗനവ്രതം, 15 ദിവസം മൗനവ്രതം, അങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല. അയാൾ എങ്ങനെയായിരിക്കണ്ടേ? സർവദാ, എപ്പോഴും മൗനവ്രതത്തിലായിരിക്കണം. അയ്യോ, അതെങ്ങനെയാ എല്ലാ ദിവസവും മിണ്ടാതിരിക്കാൻ പറ്റണേ? മിണ്ടാതിരിക്കലല്ല എന്നാണ് ഇവിടെ പറഞ്ഞു തന്നെ. മിണ്ടാതിരിക്കലല്ല, സംസാരിക്കാതിരിക്കലല്ല നിധിധ്യാസകന്റെ മൗനം. സംസാരത്തെ കേൾക്കാതിരിക്കലല്ല നിധിധ്യാസകന്റെ മൗനം. നിധിധ്യാസകന്റെ മൗനം അഹം ബ്രഹ്മാസ്മി എന്നിരിക്കലാണ്. എല്ലാ സാധനം എങ്ങനെയാണല്ലോ പറഞ്ഞു വരുന്നത്. നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു വന്നേ. എല്ലാത്തിലും ഞാൻ ബ്രഹ്മമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആ ജീവിതം, അഹം ബ്രഹ്മാസ്മി എന്നറിഞ്ഞുള്ള ജീവിതം. ഞാൻ ശരീരമല്ല, ഞാൻ ഈ പേര്, എന്റെ നാട്, എന്റെ ഊര്, ഇതൊന്നും ഞാനല്ല, ദേശമില്ല, കാലമില്ല, എന്നും സർവദാ എപ്പോഴും ഉള്ളതാണ്, സച്ചിത് ആനന്ദമാണ് ഞാൻ എന്ന് അറിഞ്ഞിരിക്കലാണ് നിധിധ്യാസകന്റെ മൗനം. അല്ലാതെ പ്രത്യേക ഒരു ദിവസം മൗനവ്രതം പാലിക്കുന്ന ആള് നിധിധ്യാസകൻ എന്ന് പറയാൻ പറ്റില്ല. അയാൾ അതിന്റെ അപ്പുറത്തെ സ്റ്റേജിൽ എത്തിയിരിക്കണമല്ലോ. അങ്ങനെ എന്നും ബ്രഹ്മമാണ് എന്ന് സ്വയം അഹം ബ്രഹ്മാസ്മി എന്ന് തിരിച്ചറിഞ്ഞ് പൂർണ്ണനാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുമ്പോ ആരോടും സംസാരിക്കാനില്ല. എല്ലാം ഞാൻ തന്നെയാണ്. പിന്നെ ഞാൻ ആരോട് സംസാരിക്കും? പ്രത്യേകിച്ചൊരു ശബ്ദവുമില്ല, ദ്വൈതമില്ല, പിന്നെ എങ്ങനെ ശബ്ദം വരും? അങ്ങനെ ഉള്ള ഒരു വലിയ ഒരു അർത്ഥത്തെ
ആചാര്യസ്വാമി നമുക്ക് പറഞ്ഞു തന്നു. 2 തരത്തില്, ഒന്ന് ശബ്ദിക്കുന്ന ആള്, ഒന്ന് ശബ്ദം സ്വീകരിക്കുന്ന, 2 രീതിയിലുണ്ട് മൗനത്തിന്റെ കാര്യങ്ങളെ പറഞ്ഞു. ശബ്ദം മാത്രം മിണ്ടാതിരുന്നാൽ മാത്രം മൗനമാവില്ല, കേൾക്കാതെയും കൂടെ ഇരിക്കണം, എന്നാലേ പൂർണ്ണ മൗനമാവുള്ളൂ എന്ന് പറഞ്ഞു. അത് നിധിധ്യാസകൻ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിലെ ശബ്ദത്തെ നമുക്ക് തടയാൻ പറ്റില്ല, പിന്നെ എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചപ്പോഴാണ് ഈ കാര്യം പറഞ്ഞു തന്നത്. അഹം ബ്രഹ്മാസ്മി എന്നറിഞ്ഞിരിക്കുമ്പോ അമാത്ര ഓംന്റെ അമാത്ര പോലെ പൂർണ്ണമായിട്ടുള്ള മൗനം ഉണ്ടാകും. കാരണം അഹം ബ്രഹ്മ, ഞാൻ ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്, എനിക്ക് അവയവങ്ങളില്ല, ഞാൻ ശബ്ദത്തെ കേൾക്കുന്നില്ല, ഞാൻ ശബ്ദം പുറപ്പെടുവിക്കുന്നുമില്ല, സർവസ്ഥലത്തും നിറഞ്ഞിരുന്നിൽക്കുന്ന ആ ഉണർവ് ചൈതന്യമാണ് ഞാൻ. ഇത്രയാണ് ആ ശ്ലോകത്തിന് കൊണ്ട് ഉള്ള വിവരണം തന്നത്. ഇനി 2 ശ്ലോകങ്ങൾ മൗനത്തിന് വേറെ അർത്ഥം പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നമസ്കാരം. വളരെ ഗഹനമായ ഈ കാര്യങ്ങൾ പോകാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് നല്ല രീതിയിൽ ഇത് മനസ്സിലാകാനായിട്ട് വളരെ വളരെ ഹയർ ലെവലിലുള്ള കാര്യങ്ങളാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും മനസ്സിലായി എന്ന് വരില്ല. മാത്രമല്ല, ഇനി അങ്ങനെ മൗനം ആരെങ്കിലുമൊക്കെ മൗനം ആചരിക്കുന്നുണ്ട്, അവരെ കളിയാക്കിയോ അവരോട് പോയി പറയുകയോ അതൊന്നുമല്ല. മൗനവ്രതം എന്നൊന്നും ആരോടും പറഞ്ഞേക്കരുത്. ഇത് സ്വയം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. മറ്റുള്ളവരോട് പോയി ഈ കാര്യങ്ങൾ പറയരുത്. പ്രത്യേകിച്ച് ഓർക്കണം, ഈ നിധിധ്യാസകന്റെ സാധനയെ വേറെ ആരോടും പറയരുത്. പറഞ്ഞാൽ മനസ്സിലാവില്ല. ആരും ആ സ്റ്റേജിലേക്കൊക്കെ ആകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് വളരെയധികം സൂക്ഷ്മമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഇത് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇത് അറിഞ്ഞ് പഠിച്ച് ചോദിച്ചു വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വെച്ച് അവരെയും കൂടെ കാണുമ്പോൾ മാത്രം, അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇത് ഷെയർ ചെയ്യാവൂ. അല്ലാതെ ഇപ്പോ സാറാ ക്ലാസ്സിൽ പറഞ്ഞു, അല്ലെങ്കിൽ അപരോക്ഷ അനുഭൂതിയില് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു ഈ മൗനവ്രതം കൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഇതൊന്നും അല്ല മൗനവ്രതം, അങ്ങനെയല്ല പറയണേ. ആ സ്റ്റേജിലെ മൗനവ്രതം അത്, ഈ സ്റ്റേജിലെ മൗനവ്രതം അത്. ആ സ്റ്റേജിലെ ആ മൗനവ്രതത്തിൽ കൂടി വേണം കടന്ന് ഈ സ്റ്റേജിലെ ഈ മൗനവ്രതത്തിലേക്ക് വരാൻ. അപ്പൊ അതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സായിരാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഹി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. അടുത്ത ദിവസം കാണാം. സായിരാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം. സാർ കുറെ ദിവസമായി ഞാൻ വന്നിട്ടല്ലേ, കുറെ ക്ലാസ് കയറിയേ ഇല്ല ഞാൻ. ഐ വാസ് നോട്ട് വെൽ, കുറച്ച് അസുഖമൊക്കെ ഉണ്ടായിരുന്നു. അത്